बाली उमरिया सुन री सजरिया बाली उमरिया बाली उमरिया बाली उमरिया सुन री सजरिया जो बन भी तो जाए है ना याद पिया की आए याद पिया की आए ये दुख सहा नहीं जाए हैरान याद पिया की याद पिया की याद पिया की आए अर्धनिशയിൽ സൂര്യനെ പോലെ अर्धनिशയിൽ സൂര്യനെ പോലെ അമാവാസിയിൽ ചന്ദ്രനെ പോലെ अर्धनिशയിൽ സൂര്യനെ പോലെ അമാവാസിയിൽ ചന്ദ്രനെ പോലെ ഓർക്കാതിരുന്നപ്പോൾ എൻ മിഴി മുന്നിൽ ഓമലാളെ നീ വന്നു ഒരു മധുര ദർശനം നീ തന്നു अर्धनिशയിൽ സൂര്യനെ പോലെ
സൂര്യനെ പോലെ അമാവാസിയിൽ ചന്ദ്രനെ പോലെ ഓർക്കാതിരുന്നപ്പോൾ എൻ മിഴി മുന്നിൽ ഓമലാളെ നീ വന്നു ഒരു മധുര ദർശനം നീ തന്നു അർദ്ധദിശയിൽ സൂര്യനെ പോലെ അർദ്ധദിശയിൽ സൂര്യനെ പോലെ നമ്മളിവർക്കൊക്കെ ഒരു മെമ്മൻറ്റോ കൊടുക്കേണ്ടതുണ്ട്. അതിന് നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, എക്സിക്യൂട്ടീവ് അല്ല ട്രസ്റ്റ് മെമ്പേഴ്സിനെല്ലാം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് പ്രസിഡന്റ്, ട്രസ്റ്റ് മെമ്പേഴ്സ് മുജീബ് അവിടെ ഇരിക്കുക. നഹൻ കമാ, ആരും പോയത് ഒരൊറ്റ പാട്ടുണ്ട്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വേണി ഇഗ്നേഷ്യസ് അദ്ദേഹത്തിൻ്റെ സഹോദരനും കൂടിയായിട്ടുള്ള ഒരു ടീമായിരുന്നു. ഇപ്പോൾ വേണി മാത്രമേ ഉള്ളൂ. വേണിക്ക് ഇതിനേക്കാളും വലുതായിട്ട് വരണം. അച്ഛനൊന്നുമില്ല, ഭയങ്കരമായിട്ട് വരാൻ പോണത്. അപ്പോൾ ലാൽസൺ അല്ലേ, ടാൻസൺ അപ്പോൾ രണ്ടാളും കൂടിയാണ്, അപ്പനും മോനും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഉള്ള ഒരു മെമ്മൻറ്റോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പ്രസിഡൻറ്റിനെ ക്ഷണിക്കുകയാണ്. കേടി അടുത്തതായി പോൾസൺ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കേൾക്കുന്ന ഓരോ സിനിമയിലെ സിത്താർ ഗാനങ്ങളും ഇപ്പോൾ വരുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ഉണ്ടായ നാദങ്ങളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇത് കൊടുക്കാനായിട്ട് നയൻ ജെ ഷായ, ഞാൻ കൊടുക്കേണ്ടത് നയൻ ജെ ഷായ ക്ഷണിച്ചോളൂ. അടുത്തതായി നമ്മുടെ ജിത്തുമോൻ, ഉസ്താദ് ജിത്തു എന്ന് പറയേണ്ടി വരും. ജിത്തുമോനല്ലേ, ഉസ്താദ് ജിത്തുവാണ്. ജിത്തുവിന് ഒരു മെമ്മൻറ്റോ കൊടുക്കാനായിട്ട് ഗസൽ മുജീബിനെ ഞാൻ ക്ഷണിക്കുകയാണ്. മുജീബ് ഗസൽ പ്ലീസ്. ഇനി പ്രധാനപ്പെട്ട ആൾ നമുക്ക് മൂന്നാളാണ്. ഒന്ന് നമ്മൾ ഉമ്പായിക്കയുടെ പ്രിയപുത്രൻ. ഒന്ന് നല്ലൊരു കയ്യടി, കാരണം എത്രയോ കാലങ്ങളായിട്ട് ഉപ്പയുടെ കൂടെ ഇങ്ങനെ നടന്ന് ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഈ പരിപാടികളൊക്കെ പോയി. കാരവൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് അവർക്കൊക്കെ ഭാവി നല്ലൊരു ഭാവിയാക്കി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളെ അമൃത മോളും അതുപോലെ തന്നെ വിശാലൊക്കെ, ഇവരൊക്കെ ഇനി എവിടെ എത്തുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അത്ര ടാലൻ്റുള്ള കുട്ടികളാണ്. അപ്പോൾ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ സമീറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആരാ? സ്റ്റാൻലി ഓക്കെ. ഇനിയിപ്പോൾ ഞാനും പ്രകാശനും മാത്രമേ ഉള്ളൂ അല്ലേ? വിശാലിനെ ഞാൻ പറഞ്ഞില്ലേ, വിശാൽ, അതെനിക്കറിയാം, ഞാൻ പറയാതെ തന്നെ കൈയടിക്കും. വിശാൽ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ദൈവം ഇവരൊക്കെ എന്തായാലും വിശാൽ CAക്ക് ചേരാൻ പോവാ. ചേർന്നു. ഞാൻ പറഞ്ഞു, മോനെ ഈ CAക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പാട്ടൊക്കെ എൻ്റെ വലിയ പ്രശ്നമാവുമല്ലോ. അത്രയും ടഫ് സംഗതിയാണ് CAക്ക് പോയി കഴിഞ്ഞാൽ. പക്ഷെ അതൊക്കെ ഞാൻ തരണം ചെയ്ത് പഠിക്കും, പാട്ടും വരും എന്നാണ് പറഞ്ഞത് അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ. പ്രകാശ് പൊത്തായ നമ്മുടെ ട്രഷറർ കൊടുക്കുന്നു.
സോ അടുത്തത് നമ്മളെ സെക്രട്ടറിയായ സലാം കയോട് നർമ്മത്താക്ക് ഈ ഒരു ഉപഹാരം നൽകണം. ഇവളെ ഞാൻ ചെറുപ്പം മുതൽ അച്ഛനെ കണ്ടില്ലല്ലോ, അച്ഛനൊന്ന് എണീറ്റേക്ക് പ്ലീസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇദ്ദേഹമാണ് ചെറുപ്പം മുതൽ അറിയണ എൻ്റെ ഒരു മോളാണ് ഇവള്. സമീർ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. കാര്യം ഇങ്ങനെ ഒരു അവസരത്തിൽ ഉപ്പായുടെ 7ാമത് ഡെത്ത് ആനിവേഴ്സറി ഇത്രയും നല്ല രീതിയിൽ അനുസ്മരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അതിൽ യുമാക്കിലെ എല്ലാ ട്രസ്റ്റ് മെമ്പേഴ്സിനോടും നിങ്ങൾ ഓരോരുത്തരോടും ഉമ്പായിക്കയുടെ പേരിലും ഉമ്പായിക്കയുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഒരു കാര്യമൊന്ന് സലാംക്കയുടെയും ഷംസുക്കയുടെയും ബാക്കി എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഞാൻ പറയുകയാണ്. ഞങ്ങൾ ഉമ്പായിസ് കാർവാൻ എന്ന പേരിലുള്ള ഒരു ബാൻഡുണ്ട്. ഒരു 11 പേരുടെ ഒരു ബാൻഡാണ്. ബേണി സാറ്, ഹെറാൾഡ് സാറ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. പോൾസൺ, ജിത്തു, മിഥുൻ ജയരാജ് സിംഗറൊക്കെ ആയിട്ടുള്ളൊരു ബാൻഡാണ്. അപ്പോൾ ഞങ്ങൾ കൊച്ചിയിൽ അതിനൊരു ചെറിയൊരു സ്പേസ് ഉണ്ട്, ഒരു 10-70 പേർക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയ സ്പേസ്. അപ്പോൾ ഞങ്ങൾ സജീവമായിട്ട് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആ സ്പേസിൻ്റെ കുറച്ച് ഇഷ്യൂസ് വന്നതിൻ്റെ പേരിൽ അത് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു ആ സ്പേസ്. അപ്പോൾ ഇപ്പോൾ റെൻ്റ് ഔട്ട് ചെയ്തിട്ട് പുതിയ പനമ്പള്ളി നഗറിലൊരു ഏരിയ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ സജീവമായിട്ട് ആ പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മാസവും ഓരോ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉമ്പായിസ് കാർവാൻ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇൻഷാല്ലാ ഈ വരുന്ന 17-ാം തീയതി ഗായത്രിയുടെ ഒരു പരിപാടിയോടുകൂടി ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഉമ്പായിസ് കാർവാൻ എന്നുള്ള പേരിൽ. അപ്പോൾ അതിൻ്റെ എല്ലാത്തിലും യുമാക് ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. യുമാക്കിൻ്റെ സാന്നിധ്യമുണ്ട് അതിൽ. അപ്പോൾ നിങ്ങളുടെ സഹകരണം അതിനാവശ്യമാണ്. അപ്പോൾ ആ ക്യാമ്പയിനിങ് എന്താണ്, ആ മെമ്പർഷിപ്പ് എന്താണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ആയിട്ട് ഉമ്പായിസ് കാർവാൻ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ കംപ്ലീറ്റ് ഡീറ്റെയിൽ കിട്ടും. അതിൽ എൻ്റെയും ജിത്തുവിൻ്റെയും നമ്പർ ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം. സോ പ്ലീസ്, താങ്ക് യു സോ മച്ച്. ഉറപ്പ് തരുന്നു എല്ലാ സഹായ സഹകരണങ്ങളും കോഴിക്കോട്ടുകാരുടെ ഉണ്ടാവും. താങ്ക് യു.